ആന അവിടെ തന്നെ നിൽക്കുക. അവർക്കൊക്കെ ഒരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. വിലങ്ങാട് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു പ്രദേശത്ത് ഇതേ സംഭവം സംഭവിച്ചിട്ടുണ്ട്. എത്ര വലിയവനാണെങ്കിലും ശരി, ഒരു ദിവസം ഒരു സെക്കൻഡ് മതി എല്ലാം മാറി ഒന്നുമില്ലാത്തവനായിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ട്. എന്തു പറഞ്ഞു തുടങ്ങണം എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെയധികം 300ഓളം ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടെത്താനുണ്ട്. അതുപോലെ കണ്ടെത്തിയ ഒരുപാട് ആൾക്കാരെ കണ്ടെത്തിയ രീതി എന്നൊക്കെ പറയുന്നത് കയ്യും കാലും അങ്ങനെ ഇങ്ങനെ ചിന്നിച്ചിതറിയിലൊക്കെ കണ്ടെത്തുന്നതൊക്കെ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചു പൊട്ടുന്ന കാഴ്ച തന്നെ പറയാം. അത്രയും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. വീഡിയോസ് പോലും സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ചെയ്യാതിരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇത്രയും വലിയ വിഷയം വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇങ്ങനെയുള്ള ഓരോരോ എന്താ പറയുക ക്യാമ്പുകളിലേക്കും കാര്യങ്ങളിലേക്കും വേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും വരുന്ന സമയത്ത് അത് അർജന്റായിട്ട് റിക്വയർമെന്റ് വരുന്നു എന്നുള്ളതൊക്കെ ഷെയർ ആക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു മനക്കെട്ടി അല്ലെങ്കിൽ അതിനായിട്ടൊരു ഇത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും നമ്മൾ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം 300ഓളം ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു അത് വലിയൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും വലിയൊരു ദുരന്തമാണ്. ഒരുപാട് ആൾക്കാർ സഹായഹസ്തമായിട്ട് വരുന്നുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്കാണെങ്കിലും ഒരുപാട് നടന്മാരാണെങ്കിലും ഒരുപാട് സോഷ്യൽ മീഡിയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദുരിതാശ്വാസ നിധിയെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച അവിടെ വേറെ നടക്കുന്നുണ്ട്. അതൊക്കെ സുതാര്യമായിട്ടുള്ള രീതിയിലൂടെ നടന്നു പോകുന്നതാണെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പേടിക്കേണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അവിടെ സംഭവിച്ച ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ കഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞാലും തലനാരിഴക്കാണ് അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത്. തലനാരിഴക്ക് രക്ഷപ്പെട്ട അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, അവരൊന്നും അതിൽ നിന്നും ഉണർന്നിട്ടില്ല. ഇപ്പോഴും അവരൊക്കെ നിൽക്കണേന്ന് വെച്ചാൽ ആ ഒരു ഞെട്ടല് അല്ലെങ്കിൽ ആ ഒരു അവര് പൊട്ടി വരുന്ന ആ ഒരു പാറക്കല്ലുകളും കഷ്ണങ്ങളും അല്ലെങ്കിൽ വീട് തകർന്നു പോകുന്നതും രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള വിളികളും അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ക്യാമ്പിലാണ് അവർ നിൽക്കണതെങ്കിൽ പോലും അവരുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു തേങ്ങൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അല്ലേ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. കാരണം അവരുടെയൊക്കെ സങ്കടം എന്ന് പറഞ്ഞാല് അത്രയും നാള് കഷ്ടപ്പെട്ടിട്ട് അവർ വീട് വെച്ചു, അല്ലെങ്കിൽ അവരത്രയും ഉണ്ടാക്കി വെച്ച സ്വർണം, അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി വെച്ച പണം, അവരുടെ സർട്ടിഫിക്കറ്റുകൾ, അവർക്ക് നാളെ ഒരു ഐഡന്റിറ്റി വേണമെങ്കിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണം. അതൊന്നുമില്ല അവർക്ക് അവരുടെ ആ ഒരു ശരീരം മാത്രമായിട്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നുമില്ലാതെ നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ കേരളത്തിന്റെ മൊത്തമുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും സഹായം അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഇപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതുപോലെ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു. അതായത് കുറച്ച് പേരുടെ കഥകൾ കേട്ടപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ കേട്ടുപോയി. കാരണം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മൃഗങ്ങൾക്ക് നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് പണ്ട് തൊട്ടേ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് ദിവസം മുൻപ് ആനകളൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഓടുന്നതൊക്കെ ആൾക്കാർ കണ്ടപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂട്ടത്തോടെ ഇവരൊക്കെ എവിടെയാ പോകുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ നേരത്തെ തിരിച്ചറിയാനുള്ളൊരു കഴിവ് കിട്ടുന്നതുകൊണ്ടായിരിക്കാം അവരൊക്കെ അങ്ങനെ മാറി നിൽക്കുന്നത്. ചെറിയ പൂച്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് രക്ഷിക്കുന്നുണ്ട്. അത് പറയുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ആന രക്ഷിച്ചൊരു കഥയെ പറ്റിയിട്ട് ഞാൻ കേൾക്കുന്നത്. അപ്പൊ അത് ഇന്നലെയാണ് ഞാൻ ആ ഒരു വീഡിയോ കേൾക്കുന്നത്. ആ ഒരു വയസ്സായ ഒരു അമ്മൂമ്മയാണ്. അവരുടെ ചെറുമോളും അവരുടെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് പരിക്കുകളും കാര്യങ്ങളൊക്കെ നട്ടലൊടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഹോസ്പിറ്റലിലാണ്. പക്ഷെ അവര് പറയുന്ന ഒരു കഥ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു പോയി. നമ്മള് സത്യം പറഞ്ഞ സിനിമയിലൊക്കെ കാണുന്ന കഥ എന്നൊക്കെ പറയില്ലേ, അതാണ് അവർ നേരിട്ട് കണ്ടത്. അവരെ രക്ഷിച്ചത് ഒരു ആനയാണ്. അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നനയാതെ നമുക്കത് കാണാൻ പറ്റില്ല. ഒരു ആന ആണ് അതിനെ അവരെ രക്ഷിച്ചിട്ടുള്ളത്. കാരണം അവര് ഓടി പോയി ഒരു ആനയുടെ മുന്നിലാണ് പെട്ടത്. ഒരു ചിമ്മിണിയുടെ ഉള്ളിൽ നിന്ന് അവര് പുറത്തേക്ക് വന്ന് അത് എങ്ങനെയല്ലോ കൂടിയ ചെറുമോളെ എടുത്ത് അവർ പുറത്തേക്ക് വരികയും പുറത്ത് വന്ന് എങ്ങനെയല്ലോ ഒഴുക്കിൽപ്പെട്ടിട്ടാണെന്ന് അവർക്ക് ഓർമ്മയില്ല. അങ്ങനെ അവര് ഓടി എങ്ങനെയല്ലോ ഒഴുക്കിലൊക്കെ പെട്ട് എങ്ങനെയൊക്കെയോ ഒരു സാധനമൊക്കെ തടഞ്ഞ് അതൊക്കെ പിടിച്ച് കയറി എവിടെയൊക്കെയോ എത്തി. അപ്പോൾ വന്ന് പെട്ടത് എവിടെയാ, ഇനി നടക്കാൻ പോലും വയ്യാതെ വന്ന് വീഴുന്നത് നമ്മുടെ ആനയുടെ മുൻപിലാണ്. 3 ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ അവർ ആ പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ അല്ലെങ്കിൽ കഥ എന്നല്ല നമ്മൾ പറയും, ഇപ്പൊ നടന്ന അവരുടെ ഒരു അനുഭവം അവർ പറയാണ്. അപ്പൊ അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. അത് സത്യം പറഞ്ഞ ഇന്നലെ ഞാനിങ്ങനെ കേട്ടിരുന്നു പോയി, കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ട് എന്ത് പറയണമെന്നറിയില്ല. എല്ലാവരുടെ കഥയും ഇതുപോലെയാണ്. ഭയങ്കരമായിട്ട് അവരത്രയും ഇതായിട്ടാണ് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ മൃഗങ്ങൾ അല്ലെങ്കിൽ ആന ഇങ്ങനെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാലും അവർക്ക് പോലും ഇത് കണ്ട് സഹിക്കാതെ അവര് കണ്ണുനീര് വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. രക്ഷിക്കണേ, എന്റെ സംതിങ് ശരിയായിട്ടില്ല, ഒച്ചിട്ടിട്ട് ആരും രക്ഷിക്കാൻ വരുന്നില്ല. ഒരു അയൽവാസിയില്ല, വീടുകളൊന്നുമില്ല, എല്ലാം മറിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളിയും വലിച്ച് വെള്ളത്തിൽ പോവുക. ഞാൻ എവിടേക്ക് പോകണേ എനിക്ക് ഓർമ്മല്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണിടത്ത് എത്തട്ടെ വരെ നീന്തി ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിന്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്, ഞങ്ങൾ ആ സ്ഥിരം കാണുന്നതാ, എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനിൽ. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ഉണ്ടാവും ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്, നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, ഞാൻ ഒന്നും ചെയ്യരുത് എന്ന് എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരിക. എൻ്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു. മഴ, പെരും മഴ. രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു. പിന്നെ നമുക്ക് മേപ്പാടിന്ന് കൽപ്പറ്റിന്ന് അറിയില്ല, അതിന്റെ ആൾക്കാർ വന്നു. ഞങ്ങൾ അടുത്തുനിന്ന് മാറിയിട്ടില്ല. ആന അവിടെ തന്നെ നിൽക്കുക, ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നും അത് തിന്നിട്ടില്ല. അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ നിന്നു. അങ്ങനെ ഈ 6 മണിയായപ്പം എല്ലാ കാപ്പിക്കാടാണ്, വനം കാപ്പിക്കാടാ. അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല നിരങ്ങി വരുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ രക്ഷിക്കാനുള്ളവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇതാ വരികയാണെന്ന്. അങ്ങനെ അവർ ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി. മൂന്നെണ്ണം അതിൽ 2 കുറച്ച് അപ്പുറത്ത് നിന്നിട്ട്. ഇങ്ങനെ ഓരോ കഥകളാണ് ഇതൊക്കെ. കേൾക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പോയിട്ട് ഒന്നിനും ഒരിതില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ രാത്രിയാണെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത്. അപ്പൊ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. സത്യം പറഞ്ഞ ഈ ആന രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു ആനയുടെ മുന്നിൽ നമ്മൾ പെട്ടാൽ ഒരിക്കലും അത് നമ്മളെ വെറുതെ വിടില്ല. പക്ഷെ ഇവര് കൈ കൂപ്പിയിട്ട് പ്രാർത്ഥിക്കാണ് ആനയുടെ മുൻപിൽ, നമ്മളെ വെറുതെ വിടണം, അവരാരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ ഇരുന്നത് കൂടാതെ അവിടെ വന്നിട്ട് അവരെ ആൾക്കാരെ രക്ഷിക്കുന്നത് വരെ ആ ആന അവിടുന്ന് മാറിയിട്ടില്ല. എന്തോ ഒരു ശക്തി ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെയാണ് നമ്മൾ പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്ത് പറയണം എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, എന്ത് പറയണം എന്നറിയില്ല. മൃഗങ്ങൾ പോലും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥ, അതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കാരണം മൃഗങ്ങൾ പോലും ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്നത് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ആന എനിക്ക് അവനും വേറെ ചെയ്യാൻ പറ്റൂല, ഇതേ എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള പോലെ ആ ആന പോലും അവർക്ക് കാവലിരുന്നു എന്നുള്ളതാണ്, ഒന്നും ചെയ്യാതെ കാവലിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വായിന്ന് നമുക്ക് വാക്കുകൾ വരുന്നില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളിങ്ങനെ ഓരോരുത്തരിങ്ങനെ മരിക്കുന്ന സമയത്ത് നമുക്കിത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല, അതാണ് പറയേണ്ടത്. നമുക്കിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്കൊക്കെ ഒരു ദിവസം എല്ലാം ഉള്ളവരാണെന്ന് നമ്മൾ അഹങ്കരിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അതാണ് പറയുന്നത്, ഒന്നിനും നമ്മൾ മനുഷ്യന്മാർ ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം എത്ര വലിയവനാണെങ്കിലും ശരി, ഒരു ദിവസം ഒരു സെക്കൻഡ് മതി എല്ലാം മാറി ഒന്നും ഇല്ലാത്തവനായിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. ഈ ജാതി മതം അത് ഇതെന്ന് പറഞ്ഞിട്ട് അടിയും പിടിയും ഒക്കെ ആക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പാർട്ടിക്കാർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പേരിലൊക്കെ ഇവിടെ എത്രയോ കൊലകൾ നടക്കുന്നു അല്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു ദുരന്തം വന്നാൽ തീർന്നു നിങ്ങളൊക്കെ, എല്ലാവരും, നമ്മളടക്കം എല്ലാവരും അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള വിഷയത്തിൽ അമിത്ഷാ അടക്കം പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ നേരത്തെ ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്, റെഡ് അലേർട്ട് കൊടുത്തിരുന്നു എന്നൊക്കെ. അതൊന്നും ഇല്ലാത്ത കാര്യമാണെന്ന് ഇവിടുന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ റെഡ് അലേർട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. അന്നാണ് വന്നത്, ഈ ഒരു സംഭവം സംഭവിച്ച അന്നാണ് വന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പരമാവധി ഈ എന്താ പറയുക പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കളിക്കാതെ നമ്മുടെ ഇത്രയും ആൾക്കാർ മരിച്ചിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ ശ്രമിക്കുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഉള്ള കാര്യങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യാം, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാം. അത് ഇപ്പം എന്താ പറയേണ്ടത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് നിങ്ങളാണ് ഞങ്ങളാണെന്ന് പറഞ്ഞ് കളിക്കേണ്ട ഒരു സമയമല്ല ഇത്. ഇനിയും ആ ഒരു പ്രദേശം പോലെ ഒരുപാട് പ്രദേശത്ത് വിലങ്ങാട് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു പ്രദേശത്ത് ഇതേ സംഭവം സംഭവിച്ചിട്ടുണ്ട്. ആദ്യമൊന്നും മീഡിയ അറ്റൻഷനോ കാര്യങ്ങളോ കിട്ടിയിരുന്നില്ല. പിന്നീട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേര് അത് ഷെയർ ചെയ്തേ പിന്നെ അവിടത്തേക്കും കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതോ ഇടുക്കിയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും അതുപോലെ നമ്മുടെ കണ്ണൂരാണെങ്കിലും ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. പരമാവധി പറ്റുന്ന സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പൊ പറ്റുന്ന സഹായങ്ങളും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വയനാട് നമ്മുടെ ഈ അടുത്തിന്ന് രാവിലെ കണ്ടായിരുന്നു ചെറുപുഴയോ, അവിടെയൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ശ്രമിക്കുക. അതായത് ഇതിനൊന്നും പെടാതെ നിൽക്കുന്ന ആൾക്കാർ നാളെ നമുക്കും ഇത് വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയാ, ഒരു കൈത്താങ്ങാകുക, എല്ലാവർക്കും പരമാവധി നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരെ സഹായിക്കുക. അതുപോലെ നമ്മൾ പറയേണ്ട വേറൊരു കാര്യമാണ് ഇതിന്റെ മുൻകരുതലുകൾ എന്ന് പറഞ്ഞ കുറച്ച് സംഭവം. ഒരു ആളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അയാൾ കുറച്ച് ദിവസം മുൻപേ ഇത് പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഉരുൾപെട്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അയാൾക്ക് ഓൾറെഡി കഴിഞ്ഞ തവണ എങ്ങനെ വീഡിയോ കാര്യങ്ങളോ പോയ ഒരാളാണ്. അപ്പൊ അയാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇത് എല്ലാവരോടും പറഞ്ഞതാണ്, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ആ നാട്ടുകാരടക്കം എന്നെ വിളിച്ചിട്ട് എല്ലാവരും എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു, എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ അങ്ങനെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം സംഭവിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള ഇത് വരുമ്പോൾ എല്ലാവരും അവര് എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ഒരാളങ്ങനെ പറയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആൾക്കാരെയാണ് എല്ലാവരും ക്രൂശിക്കുന്നത്. അവസാനം എന്തെങ്കിലുമൊക്കെ നടന്ന ശേഷം മാത്രമാണ് അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറയും. പറഞ്ഞ സമയത്താണെങ്കിൽ അത് മര്യാദയ്ക്ക് കേൾക്കാനോ ആരും ഉണ്ടാവില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഇതുപോലെ ഒരുപാട് കഥകളുണ്ട് പറയാൻ വേണ്ടിയിട്ട്, ഒരുപാട് കഥകളുണ്ട്. ഓരോരോ വീഡിയോ ആയിട്ട് ഓരോരുത്തരുടെ കഥ കേൾക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ പരമാവധി പറ്റുന്ന ആൾക്കാരൊക്കെ പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ കേരളം എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ സഹായം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സഹായിച്ച എല്ലാവർക്കും കേരളം നന്ദി പറയുന്നു എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും സഹായമായിട്ട് വരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. വേറൊരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതില് ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയിട്ട് ചെന്നിട്ട് ആർമിയുടെ കൂടെയാണെങ്കിൽ ആർമിക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ ഒന്നും പ്രതീക്ഷിക്കാതെ വോളണ്ടിയേഴ്സ് ആയിട്ട് അവിടെ ചെന്നിട്ട് ആർമിയുടെ കൂടെ സഹായിക്കുന്നതും അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ ഞാൻ കണ്ടൊരു കാര്യമാണ് പ്രജീഷ് എന്ന് പറഞ്ഞിട്ട്. എല്ലാ വീഡിയോസിലും എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ്. പ്രജീഷ് എന്ന് പറഞ്ഞിട്ട് രക്ഷാപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു യുവാവ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ സേഫ് ആക്കിയ ശേഷം വീണ്ടും കരച്ചിൽ കേട്ടപ്പോൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടും അങ്ങോട്ടേക്ക് വണ്ടിയായിട്ട് പോവുകയും അയാളടക്കം മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയുടെ ഒരു ഫ്രണ്ട് അടക്കം വന്നിട്ട് ഇന്നലെ പറയുന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എല്ലാവർക്കും ആ ഒരു വ്യക്തിനെ പറ്റിയിട്ട് പറയാനുള്ള എല്ലാത്തിലും എന്ത് സംഭവം ഉണ്ടെങ്കിലും എല്ലാത്തിലും പോയിട്ട് ഇടപെട്ട് ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാതെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളാണ് മരിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇതിൽ നഷ്ടമായിട്ടുണ്ട്, നല്ല ഒരുപാട് പേര് നഷ്ടമായിട്ടുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ട എല്ലാവരും നമുക്കിപ്പം എല്ലാവർക്കും ആദരാഞ്ജലികൾ പറയാനല്ലാതെ വേറെ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം ഇത് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതൊന്നും വരുന്നത്, നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഇനിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജിയോളജിക്കൽ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ എല്ലാം നല്ല രീതിയിൽ പരിശോധിച്ചിട്ട് ഇനി എവിടെയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കി എല്ലാവരെയും കറക്റ്റ് സമയത്ത് മാറ്റി പാർപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ പറ്റൂ. അതുപോലെ അലേർട്ടുകളും കാര്യങ്ങളും കറക്റ്റ് സമയത്ത് കിട്ടണം. അപ്പൊ അതിലെല്ലാം വ്യക്തമായിട്ട് സർക്കാർ ഒരു നടപടി, ഇതിന് ഇനി എന്ത് ചെയ്യാം, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ എല്ലാവരും പരമാവധി സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലം, വയനാട് മാത്രമല്ല ഒരുപാട് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.